കിസാറ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ കിസാറ്റിൽ അഡ്മിഷൻ എടുത്തേക്കുന്ന എല്ലാവരും തന്നെ നിങ്ങളുടെ പ്രൊഫൈല് അതുപോലെ തന്നെ മെയിൽ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻ ചിലപ്പോൾ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ കൊടുക്കാം, അതല്ലാതെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മെയിൽ വഴിയോ അല്ലെങ്കിൽ പ്രൊഫൈലിലൂടെ ഇൻസ്ട്രക്ഷനൊക്കെ തരാട്ടോ. കാരണം അഡ്മിഷൻ എടുത്തവർ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ എടുത്തവർക്ക് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനൊക്കെ തുടങ്ങുവാണ്. സോ അതിനായിട്ട് കിസാറ്റ് ഇപ്പോൾ വിളിച്ചേക്കുന്നത് BBA LLB, BCom LLB, BSc കമ്പ്യൂട്ടർ സയൻസ് CS, അതായത് CS LLB ആണ് ഇപ്പോൾ വിളിച്ചേക്കുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷനായിട്ട്. അപ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ചെല്ലേണ്ടത്. അപ്പോൾ ഇതിൻ്റെ ഡേറ്റ് പറഞ്ഞേക്കുന്നത് 28-ാം തീയതിയാണ്. പിന്നെ കറക്റ്റ് ടൈമും ഡേറ്റും വെനും ഒക്കെ നിങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് വൈസ് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും എന്നാണ് സാധാരണ പറയാറ്. സോ നിങ്ങൾ മെയിൽ ചെക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സെക്യൂരിറ്റി റീസൺ കൊണ്ട് അങ്ങനെ സ്പാം ത്രാശിയൊക്കെ ഒന്ന് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാലോ PG പ്രോഗ്രാംസിൻ്റെ ക്ലാസ്സുകളൊക്കെ തുടങ്ങുന്നത് ജൂലൈ 10-നാണ്. അപ്പോൾ ഇനി വേക്കൻസി ഉണ്ടെങ്കിൽ ഇപ്പോൾ അലോട്ട്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇനി ഒരു അലോട്ട്മെൻ്റ് ആയിട്ട് നടത്താനുള്ള വേക്കൻസി ഇല്ലെങ്കിൽ സ്പോട്ട് അലോട്ട്മെൻ്റ് ആയിട്ട് നടത്തും. സോ നിങ്ങൾ വെബ്സൈറ്റ് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും. സ്പോട്ട് അലോട്ട്മെൻറ്റ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ രജിസ്ട്രേഷൻ ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസ്ട്രക്ഷൻ ഉണ്ടോ എന്നുള്ളത് വെബ്സൈറ്റ് റെഗുലറായിട്ട് നോക്കാം കേട്ടോ. അപ്പോൾ ഈ അലോട്ട്മെൻറ്റ് കിട്ടിയവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ 10th സർട്ടിഫിക്കറ്റ്. ഇതിൻ്റെ എല്ലാം തന്നെ ഒറിജിനൽ വേണം. പിന്നെ 2 കോപ്പീസ് നിങ്ങൾ കയ്യിൽ കരുതിക്കോളൂ. പിന്നെ നിങ്ങൾക്ക് ഇനി സ്കോളർഷിപ്പുകൾക്കൊക്കെ കൊടുക്കാനായിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് എല്ലാത്തിൻ്റെയും ഓരോ ഫോട്ടോ കോപ്പീസ് നിങ്ങൾ കയ്യിൽ സൂക്ഷിക്കുക കേട്ടോ. കാരണം ഇനി ഈ സർട്ടിഫിക്കറ്റൊക്കെ നമ്മുടെ കോഴ്സ് കഴിഞ്ഞാലാണ് നമുക്ക് തിരിച്ച് കിട്ടുക. സോ അവിടെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം തന്നെ കോപ്പീസ് നിങ്ങളുടെ കയ്യിൽ വെച്ചേക്കാം. നമ്മുടെ 10th സർട്ടിഫിക്കറ്റ്, 12th സർട്ടിഫിക്കറ്റ്, പിന്നെ മാർക്ക് ലിസ്റ്റ് അതെല്ലാം ഇപ്പോൾ ഒന്നായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു അല്ലേ. പിന്നെ സെൽഫ് ഡിക്ലറേഷൻ നാഷണാലിറ്റി അതിൻ്റെ ഫോമാറ്റ് വെബ്സൈറ്റിലുണ്ട്. അത് നിങ്ങൾ ഫില്ല് ചെയ്ത് പ്രിൻ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പേപ്പറിൽ എഴുതി കൊടുക്കുകയോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. അത് വേണം. പിന്നെ TC നിങ്ങളിപ്പോൾ ലാസ്റ്റ് എവിടെയാണോ പഠിച്ചത് അവിടെ നിന്നുള്ള TC, പിന്നെ CC വേണം. അത് രണ്ടും നിങ്ങൾ ലാസ്റ്റ് എവിടെയാണോ ഇപ്പോൾ പഠിച്ചിട്ട് പോരുന്നത് അവിടത്തെയാണ് വേണ്ടത്. ഇനി സർട്ടിഫിക്കറ്റ് ടു ബി പ്രൂവ്, അതായത് നിങ്ങൾ ഏതെങ്കിലും റിസർവേഷൻ പറഞ്ഞിട്ടുണ്ട്, ആ ഒരു റിസർവേഷനിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് വന്നേക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ക്യാൻസലായി പോകും. സോ ഇതിൽ ഓരോ കാറ്റഗറിക്കും ഏതൊക്കെ അലോട്ട്മെൻറ്റ് എവിടെ നിന്നാണ് വാങ്ങി നൽകേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റൊക്കെ നിങ്ങൾ അഡ്മിഷന് ഹാജരാക്കുക. NRI ആണെങ്കിൽ NRIയുടെ ഫോമാറ്റ് ഉണ്ട്, അത് വെബ്സൈറ്റിലുണ്ട്, അതനുസരിച്ചിട്ട് ഹാജരാക്കുക കേട്ടോ. ഇനി ഇതിൽ പറഞ്ഞേക്കുന്നത് സൈൻ ഫോളോയിങ് ഡിക്ലറേഷൻ ടൈം ഓഫ് അഡ്മിഷൻ എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. അത് ഇറ്റ് ഹാസ് ബീൻ സജസ്റ്റഡ് ബൈ ദ UGC. അതൊക്കെ എല്ലായിടത്തും ഉള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ അതിനായിട്ട് ആ അണ്ടർടേക്കിംഗ് നിങ്ങൾ www.anti-ragging.in എന്നുള്ള വെബ്സൈറ്റിൽ കിട്ടും. അത് നിങ്ങൾ ചെയ്തെടുക്കുക എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ആൻറ്റി-റാഗിങ് അണ്ടർടേക്കിംഗ് റെഫറൻസ് നമ്പർ ഷുഡ് ബി പ്രൊവൈഡഡ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അപ്പോൾ നിങ്ങളത് ഫില്ല് ചെയ്തിട്ട് ഒരു നമ്പർ നിങ്ങൾ മെയിൽ വഴി കിട്ടുന്നത് അതവിടെ ആവശ്യമുണ്ട്. അപ്പോൾ അതും ചെയ്തേക്കുക കേട്ടോ. ഇനി ആൻറ്റി ഡോവറി ഡിക്ലറേഷൻ ഇവിടെ പറയുന്നുണ്ട്. ഹാസ് ടു സൈൻ ബൈ സ്റ്റുഡൻസ് അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ. അത് അഡ്മിഷൻ്റെ സമയത്താണ് അങ്ങനെ ഒരു ഡിക്ലറേഷൻ ചെയ്യേണ്ടി വരുന്നത് കേട്ടോ. ഇനി നിങ്ങൾ കറക്റ്റായിട്ട് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയില്ല എങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ ക്യാൻസലായി പോകും എന്നുള്ളത് പറയുന്നു. ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്തിട്ടാണ് നമുക്ക് ആ ഒരു അഡ്മിഷൻ ഉറപ്പാകുന്നത്. സോ അത് റിലേറ്റഡ് റിസർവേഷൻ ഉണ്ടെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകളും മറ്റ് സർട്ടിഫിക്കറ്റുകളൊക്കെ കറക്റ്റായിട്ട് ഹാജരാക്കുക. പിന്നെ ഡിക്ലറേഷൻ ഓഫ് NRIക്ക് Annex 1 Annex 2 ഡിക്ലറേഷൻ ഓഫ് നാഷണാലിറ്റി ആണ്. അതെല്ലാവരും കൊടുക്കണം കേട്ടോ. Annex 2 എല്ലാവരും കൊടുക്കണം. NRI കുട്ടികൾ മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഡിക്ലറേഷൻ 2 ഇവിടെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും കേട്ടോ.